നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം, അതിന്റെ 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 25-ന്റെ 31-ാമത്തെ തിരുവചനം ഒരാൾ സ്വരമുയർത്തി ഒന്ന് വായിക്കാം. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. നമുക്കറിയാം, ആ ഭാഗത്തുള്ള കാര്യങ്ങൾ. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നു, 2 ഭാഗത്തേക്ക് തിരിക്കുന്നു. ചെമ്മരിയാടുകളെ വലതുവശത്ത്, കോലാടുകളെ ഇടതുവശത്തേക്കും വേർതിരിക്കുന്നു. വലതുവശത്തുള്ളവരോട് പറയുന്നു, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഈ രാജ്യം അവകാശപ്പെടുത്തുവിൻ. അവർക്കത് ലഭ്യമാക്കുവാനിടയായ കാര്യങ്ങൾ 35 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാം. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിനുശേഷം യേശു പറഞ്ഞു കൊടുക്കുന്ന, രാജാവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, 40-ാം വാക്യം. രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവനും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. 41-ാമത്തെ തിരുവചനം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇടതുഭാഗത്തുള്ളവരെ ശപിക്കപ്പെട്ടവരെ എന്ന് വിളിച്ചിട്ട്, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എനിക്ക് വിശന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞവരോട് പറഞ്ഞതുപോലെ, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല. നേരത്തെ ഉണ്ടായിരുന്നവർ വിശന്നപ്പോൾ ആഹാരം കൊടുത്തു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തു. ആ പട്ടിക പറയുകയാണ്. അതിനുശേഷം അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എപ്പോഴാണ് അങ്ങേ വിശക്കുന്നവനും ദാഹിക്കുന്നവനും പരദേശിയും നഗ്നനും രോഗിയും കാരാഗൃഹത്തിൽ കഴിയുന്നവനും ഒക്കെയായി നിന്നെ കണ്ട് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോൾ? അപ്പോൾ അതിന്റെ 45-ൽ അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ഹല്ലേലൂയ. 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഹല്ലേലൂയ. POC ബൈബിളിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, POC ബൈബിളിൽ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന് ചില ഹെഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഹെഡിങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് യഥാർത്ഥ ദൈവവചനത്തിന്റെ ഭാഗമല്ല. ആ ഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനുഷ്യൻ കൈകടത്തി ഒരു ഹെഡിങ് ഇട്ട് വയ്ക്കുകയാണ്. ഇവിടെ POC ബൈബിളിൽ ഇട്ടിരിക്കുന്ന ഹെഡിങ് അവസാന വിധി എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ പലരും ഇത് അവസാനം നടക്കുന്ന ന്യായവിധിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ കാണുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് തേജസ്സിന്റെ സിംഹാസനത്തിൽ യേശുവേ ആരാധന, ദ ത്രോൺ ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ സിംഹാസനത്തിൽ, മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നമ്മുടെ കർത്താവായ യേശു ഇരുന്നു കൊണ്ടുള്ള ഒരു ന്യായവിധിയാണ്. നമ്മളിൽ പലരും ഇതിനു മുൻപ് പല ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത് വേറെ 2 ന്യായവിധിയെക്കുറിച്ച് പ്രധാനമായി നമ്മൾ കേട്ടിരുന്നു. അതിൽ ഒന്ന്, ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഒരു നമുക്ക് ഉണ്ടാകുന്ന ഒരു ന്യായവിധിയെക്കുറിച്ച്. രണ്ടാമത്തത്, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, ദുഷ്ടർക്കുള്ള അന്തിമ ന്യായവിധിയെക്കുറിച്ച്. ഇതിൽ ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതാണ് അവസാനത്തെ വിധി. ഈ ലോകത്തിൽ യേശുവിനെ അറിയാത്ത, യേശുവിന്റെ ഹിതപ്രകാരം മുന്നോട്ട് പോകാത്ത എല്ലാ ദുഷ്ടജനത്തിനും കൊടുക്കുന്ന അന്തിമ ന്യായവിധി. അത് പിതാവാം ദൈവം, ഹല്ലേലൂയ, മഹത്വത്തിൽ ഇരുന്നു കൊണ്ട്, അഥവാ ഗ്രേറ്റ് വൈറ്റ് ത്രോണിൽ ഇരുന്നു കൊണ്ട് പിതാവാം ദൈവം നൽകുന്ന ന്യായവിധിയാണ്. എന്നാൽ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്
എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത് വിശ്വസിക്കുന്ന വിശ്വാസി. ആ ന്യായവിധി എന്താന്ന് ചോദിച്ചാൽ, വിശ്വസിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്നവർ കർത്താവിന്റെ വരവിങ്കൽ ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിൽ അവർക്ക് ഓരോരുത്തർക്കും നൽകുന്ന പ്രതിഫലത്തെയാണ് അത് കാണിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ രണ്ട് ന്യായവിധികളും അല്ലാതെ മൂന്നാമതൊരു ന്യായവിധിയാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് ദ ത്രോൺ ഓഫ് ഗ്ലോറി, മഹിമയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു ന്യായവിധിയാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ വചനഭാഗത്തു നിന്ന് ഇന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്, ഈ ത്രോൺ ഓഫ് ഗ്ലോറിയിൽ ഇരുന്നുള്ള ന്യായവിധി, ഇത് ആരാണ് ത്രോൺ ഓഫ് ഗ്ലോറിയിൽ ഇരിക്കുന്നത്? ഇത് ആർക്കുള്ള ന്യായവിധിയാണ്? ഇത് എപ്പോഴാണ് ഈ ന്യായവിധി നടക്കുന്നത്? ഇത് എവിടെ വെച്ചാണ് ഈ ന്യായവിധി? ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ന്യായവിധിയാണോ അതോ മരിച്ചു പോയവർക്കുള്ള ന്യായവിധിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പുതിയ നിയമത്തിൽ 7 തരമുള്ള ന്യായവിധികളെ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഇത് മനസ്സിലാക്കിക്കൊള്ളുക. ഒരൊറ്റ ന്യായവിധിയാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, പലരും മനസ്സിലാക്കുന്നത്. പുതിയ നിയമത്തിൽ 7 തരം ന്യായവിധികളുണ്ട്. അതിൽ ചില ന്യായവിധികൾ നമ്മൾ മുൻപേ കണ്ടതാണ്. അതിന്റെ 7 ന്യായവിധികൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ന്യായവിധി, കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്നവർക്കായി പാപത്തിനു പരിഹാരമായിട്ട് യേശു നടത്തിയ ന്യായവിധിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ തിരുവചനം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് കാണാം. 1 പത്രോസ് 2-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ യേശു കുരിശിലേറി. അപ്പൊ ക്രൂശിൽ വെച്ച് നമ്മുടെ പാപത്തിനുള്ളൊരു ന്യായവിധി, ഒന്നാമത്തെ ന്യായവിധി യേശുവിലൂടെ സംഭവിച്ചു. ഹല്ലേലൂയ. ആ ന്യായവിധി അനുസരിച്ച് യേശുവിൽ വിശ്വസിച്ചവർക്ക് രണ്ടാമത്തെ ന്യായവിധി, അതിന് സ്വയവിധി എന്നും കൂടെ പറയുന്നത്, അതാണ് രണ്ടാമത്തെ ന്യായവിധി, അഥവാ വിശ്വാസികളുടെ സ്വയവിധിയാണ്. ഒരിക്കൽ കൂടി കേൾക്കാം. വിശ്വാസികളുടെ സ്വയവിധി. അത് നമ്മൾ 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ ഒന്ന് കാണുകയാണ്. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ അറിയുക, ജീവിച്ചിരിക്കുമ്പോൾ ഓരോ വിശ്വാസികളും അനുദിനം നമ്മെ തന്നെ വിധിക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും നാം നമ്മെ തന്നെ വിധിക്കണം. ഏത് കാര്യത്തിൽ? ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായ നമ്മളിൽ വരുന്ന സ്വഭാവങ്ങളിൽ, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാത്തതിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ, സമൂഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ നമ്മെ തന്നെ നാം വിധിക്കണം. എന്തിനാണ്? ഒടുക്കലത്തെ അവസാനത്തെ ന്യായവിധിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ന്യായവിധി, വിശ്വാസികളായ നമ്മെ തന്നെ സ്വയം ജീവിച്ചിരിക്കുമ്പോൾ വിധിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത മൂന്നാമത്തെ ന്യായവിധി, അത് 2 കൊരിന്ത്യർ 5:10 കിടക്കുന്നത്. മൂന്നാമത്തെ ന്യായവിധി വിശ്വാസികളുടെ പ്രവൃത്തികളുടെ ന്യായവിധിയാണ്. വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും, നമ്മൾ പല പ്രാവശ്യം ദൈവത്തിന്റെ വചനത്തിൽ കേട്ടിട്ടുണ്ട്, വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചത്. അത് എഫേസ്യർ 2:8 കിടക്കുന്നത്. എന്നിട്ട് പറയാൻ, അത് നിങ്ങളുടെ പ്രവൃത്തികൾ മൂലമല്ല, പ്രവൃത്തികൾ കാരണമല്ല. അതൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, എന്നാൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവൃത്തിയുണ്ട്. അത് നമ്മുടെ പ്രവൃത്തിയല്ല, ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനത്തിന്റെ പ്രേരണയനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ന്യായവിധിയുണ്ട്. ന്യായവിധി എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, സത്യത്തിൽ ആ ന്യായവിധി എന്ന പദം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തികൾക്ക്
പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. വിശ്വാസികളുടെ പ്രവൃത്തികൾക്ക് ഉള്ള പ്രതിഫലമാണ് ഈ ന്യായവിധി. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:10 എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അപ്പൊ നമ്മൾ പ്രതിഫലം സ്വീകരിക്കാൻ അന്ന് കർത്താവ് ഒരു സിംഹാസനത്തിലിരിക്കും, യേശു ഒരു സിംഹാസനത്തിലിരിക്കും. നമ്മൾ ഓരോരുത്തരും ചെയ്ത നല്ല കാര്യങ്ങൾക്ക് നമുക്ക് പ്രതിഫലം തരും. ഇത് എവിടെ വെച്ചാണ്? ഇത് മധ്യാകാശത്തിൽ നാം എടുക്കപ്പെട്ടതിന് ശേഷം സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയതിന് ശേഷം ഉള്ള കാര്യമാണ്. മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്നത് ആരാണ്? ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ വചനപ്രകാരം ജീവിക്കുന്നവർ. സ്വയവിധി, നമ്മെ തന്നെ പാപത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിച്ച് ശുദ്ധീകരണം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട അവരാണ് വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നത്. അത് വചനത്തിലൂടെ നമ്മൾ ഏറെ കേട്ടിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ടവർ യേശുവിനോടൊപ്പം, വാനമേഘങ്ങളിൽ ഇറങ്ങി വന്ന യേശുവിനോടൊപ്പം പിതാവിന്റെ അടുക്കിലേക്ക് പോയതിനു ശേഷമുള്ള ആ 7 വർഷക്കാലയളവിൽ യേശു സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രതിഫലം തരുന്നതാണ് വിശ്വാസികളുടെ പ്രവൃത്തികളുടെ ന്യായവിധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അടുത്ത 4-ാമത്തെ ന്യായവിധി ഇസ്രായേലിന്റെ ന്യായവിധിയാണ്. ഇസ്രായേലിന് കൊടുക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. അത് എസെക്കിയേലിന്റെ പുസ്തകം 20-ാം അധ്യായം 34, 35, 36 തിരുവചനങ്ങളിൽ എസെക്കിയേൽ, യെശയ്യ, ജെറമിയ, എസെക്കിയേലിന്റെ പുസ്തകം എടുക്കുക. ഹല്ലേലൂയ. 20-ാമത്തെ അധ്യായം അതിന്റെ 34 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. എസെക്കിയേൽ 20:34 മുതൽ. ശക്തിയേറിയ കരത്തോടും നീട്ടിയ ഭുജത്തോടും കോരിച്ചൊരിയുന്ന ക്രോധത്തോടും കൂടെ ജനതകളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും നിങ്ങൾ ചിതറിപ്പാർക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങൾ ചിതറിപ്പാർക്കുന്ന നാടുകളിൽ, രാജ്യങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. നിങ്ങളെ ഞാൻ ജനതകളുടെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയുള്ള വചനഭാഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വായിച്ചുപോയ പല ഭാഗങ്ങളും നിങ്ങളുടെ ഓർമ്മയിൽ വരും. വെളിപാട് പുസ്തകത്തിലെ ചില കാര്യങ്ങൾ, മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്ന ഭാഗങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അടുത്തത്, അവിടെ വെച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. അവിടെ വെച്ച് മുഖാഭിമുഖം നിങ്ങളെ ഞാൻ വിചാരണ ചെയ്യും. ന്യായവിധി അവിടെ വെച്ച് നടപ്പാക്കും. അതാണ് ഇസ്രായേലിനുള്ള ന്യായവിധി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 5-ാമത്തെ ന്യായവിധി ജീവിച്ചിരിക്കുന്ന ജാതികൾക്ക് കൊടുക്കുന്ന ന്യായവിധിയാണ്. 6-ാമത്തെ ന്യായവിധി മത്സരികളായ ദൂതന്മാർക്ക് കൊടുക്കുന്ന ന്യായവിധിയാണ്. 7-ാമത്തെ ന്യായവിധി മരിച്ച ദുഷ്ടന്മാരുടെ ന്യായവിധിയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിലുള്ള ന്യായവിധി ഈ 7 ന്യായവിധികളിൽ ഏതോ ഒന്നാണ്. അത് നമ്മളൊന്ന് കാണാനായിട്ട് പോവുകയാണ്. ആർക്കുള്ള ന്യായവിധിയാണ് ഇത് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മളറിയുക, 1000 വർഷത്തെ സഹസ്രാബ്ദ ആ ഭരണത്തിന് തൊട്ട് മുൻപുള്ള ജാതികൾക്ക് കൊടുക്കുന്ന ന്യായവിധിയാണ് മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 31 മുതൽ 46 വരെയുള്ള തിരുവചന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ജീവിച്ചിരിക്കുന്ന ജാതികളുടെ ന്യായവിധി, മരിച്ചവർക്കല്ല, ജീവിച്ചിരിക്കുന്ന യേശു വീണ്ടും 7 വർഷത്തെ ഭരണത്തിന്റെ ഒടുക്കത്തെ സമയത്ത് ആന്റിക്രൈസ്റ്റിനെ നശിപ്പിക്കാനായിട്ട്, അവന്റെ കൂടെയുള്ള ടീമിനെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ജാതികൾക്ക് കൊടുക്കുന്ന ന്യായവിധിയാണ്. സങ്കീർത്തനം 98-ന്റെ 9-ാമത്തെ തിരുവചനം. സങ്കീർത്തനം 98
അതിന്റെ 9-ാമത്തെ തിരുവചനം കിട്ടുന്നയാൾ സ്വരമേർത്തി വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 98:9. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനങ്ങളെ ന്യായത്തോടു കൂടെ വിധിക്കും. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ഭൂമിയെ, ജാതികളെ എന്നാണ് അതിന്റെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ. വിധിക്കാൻ വരുന്നു. അടുത്തത്, അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. അതിന്റെ ആദ്യം തൊട്ടൊന്നുകൂടെ വെച്ച്. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. അവിടുന്ന് ലോകത്തെ നീതിയോടും ന്യായത്തോടും കൂടെ ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 96:10. സങ്കീർത്തനം 96:10. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു. കർത്താവ് വാഴുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു. ലോകം സുസ്ഥാപിതമായിരിക്കുന്നു. അതിന് ഇളക്കം തട്ടുകയില്ല. അതിന് ഇളക്കം തട്ടുകയില്ല. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. അവിടുന്ന് ജനതകളെ നീതിപൂർവം വിധിക്കും. ഒരുപക്ഷെ ജ്ഞാനമുള്ളവർ ഈ വചനഭാഗം മത്തായി 25:31 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ ന്യായവിധിയിൽ ഒന്നും പറയാത്തതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കാരണം ഈ ജാതികൾ ആരും എവിടെ വന്നിട്ടില്ല? വിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല. ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ടൊന്നും സ്വീകരിക്കാത്തവരാണ് ആര്? ഈ ജാതികൾ. അതുകൊണ്ട് അവരെ അവരുടേതായ രീതിയിൽ ന്യായം വിധിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇതൊരു വലിയ മർമ്മമാണ്. നിങ്ങൾ മറന്നു പോകരുത്. അന്ന് വരെ ക്രിസ്തുവിന്റെ സുവിശേഷം കേൾക്കാൻ അവസരം ലഭിച്ച് പലരും പല ചോദ്യം ചോദിക്കാറില്ലേ? യേശു ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാത്തവരുടെ അവസ്ഥ എന്താകും? വചനം പോയി പ്രസംഗിക്കപ്പെടാത്ത ഇടങ്ങളിലുള്ള അവസ്ഥയുണ്ടാകും. അവരെ ദൈവത്തിൽ വിശ്വസിച്ചോ വിശ്വസിച്ചില്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണ് അവരെ ന്യായം വിധിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ മത്തായിയുടെ സുവിശേഷം 25 നമ്മൾ കാണുന്ന ഭാഗത്തെല്ലാം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അവരുടെ മേൽ നടക്കുന്ന, ജാതികളുടെ മേൽ നടക്കുന്ന ന്യായവിധിയാണ്. യെശയ്യായുടെ പുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുവചന ഭാഗം ഒന്നെടുക്കാം. യെശയ്യായുടെ പുസ്തകം അതിന്റെ 11-ാമത്തെ അധ്യായം 4 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഹല്ലേലൂയ. യെശയ്യാ 11:4. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും. ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവം വർദ്ധിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. ആജ്ഞാദണ്ഡ് കൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും. അവന്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. അവന്റെ മൊഴി, വാക്കുകൾ ദുഷ്ടരെ നിഗ്രഹിക്കും. അടുത്തത്, നീതിയും വിശ്വസ്തയും കൊണ്ട് അവൻ അരമുറുക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും. അപ്പോൾ ഈ വിധി കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് വലതുവശത്തേക്ക് വേർതിരിക്കപ്പെട്ടവരുടെ കാര്യമാണ്. അവർ കർത്താവിന്റെ രാജ്യത്തിലേക്ക് 1000 വർഷത്തിലെ ഭരണത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരനായ ചെന്നായി ആട്ടിൻകുട്ടിയോടുകൂടെ അവർ രണ്ടും തുല്യരായി തീരും. അടുത്തത്, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. അടുത്തത്, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചു മേയും. സിംഹവും പശുവും ഒന്നിച്ചു മേയും. ഒരു ശിശു അവയെ നയിക്കും. ഒരു ശിശുവിന് അവയെ നയിക്കാൻ പറ്റും. അടുത്തത്, പശുവും കരടിയും ഒരിടത്തു മേയും. പശുവും കരടിയും ഒരിടത്തു മേയും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും. സിംഹം കാളയെ പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. എന്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെ കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് ജ്ഞാനം കൊണ്ട് നിറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ ഈ വിധിക്ക് ശേഷമുള്ള 1000 വർഷത്തെ ഭരണത്തിന്റെ
ഒരു ശൈലി എങ്ങനെയായിരിക്കുമെന്നാണ് യെശയ്യാ 11 ആ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 25 വീണ്ടും തിരിച്ചു വരുന്നു. മത്തായിയുടെ സുവിശേഷം 25 അധ്യായം അതിന്റെ 31, 32 തിരുവചനങ്ങൾ ഒരിക്കൽ കൂടി നാം കേൾക്കുകയാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും, അല്ലേ? എല്ലായിടത്തുമുള്ള ജനതകൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവയെ തമ്മിൽ വേർതിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പൊ അതിന്റെ 32 നമ്മൾ കണ്ടു, എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. അവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. ലോകമെങ്ങുമായിരിക്കുന്ന ഇസ്രായേലിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആ രാജ്യങ്ങളിലുള്ളവർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ് ഈ ന്യായവിധിക്കായിട്ട്. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം, മത്തായിയുടെ സുവിശേഷം 13 അതിന്റെ 26 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഈ ഒരുമിച്ച് കൂട്ടപ്പെടലിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 13 അധ്യായം അതിന്റെ 26 മുതൽ. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന്? പിന്നെ കളകൾ എങ്ങനെയാണ് ഉണ്ടായത്? അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. അപ്പം ഈ ലോകത്തിൽ കള വളരുകയാണ്. ഈ വയലിൽ നല്ല വിത്തിനോടൊപ്പം കളകളുമുണ്ട്. അവൻ പറഞ്ഞു, ശത്രുവാണ് ഇത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. 29 അവൻ പറഞ്ഞു, വേണ്ട, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. ഗോതമ്പ് ചെടികളും ഒരുപക്ഷെ നിങ്ങൾ പിഴുതു കളഞ്ഞെന്ന് വരും. 30 കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇതേതാണ് ഈ കൊയ്ത്തുവരെ? യുഗാന്ത്യത്തിൽ നടക്കുന്ന ഈ കൊയ്ത്താണ്. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളാക്കി വെക്കുവിൻ. ഗോതമ്പന്റെ ധാന്യപ്പുറയിൽ സംഭരിക്കുവിൻ. 30 വാക്യം ഒരിക്കൽ കൂടി. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. അപ്പൊ ഇന്ന് നമുക്കറിയാം, ഈ ഭൂമിയില് നീതിമാന്മാരും ദുഷ്ടന്മാരും, ഇസ്രായേൽ ജനവും സഭയും, യഹൂദ ജനവും അതുപോലെ തന്നെ ജാതികളും ഒരുമിച്ച് വളരുകയാണ്. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, കൊയ്യുന്നവരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കളകളെ എല്ലാം ശേഖരിക്കുവീനെന്ന് ഞാൻ വേലക്കാരോട് പറയും. ആരാ ഈ വേലക്കാര്? ദൂതന്മാരാ, അല്ലെ? അതിന്റെ 39 മുതൽ വായിച്ചേ. 39 മുതൽ. അവ വിതച്ച കള വിതച്ച ശത്രു പിശാചാണ്. കൊയ്ത്ത് യുഗാന്തമാണ്. കൊയ്യുന്നവരാരാണ്? ദൈവദൂതന്മാരാണ് കൊയ്യുന്നത്. 40 കളകൾ എങ്ങനെ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നുവോ അങ്ങനെ തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കും. അപ്പൊ ദൂതന്മാർ വന്ന് ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. സകല ജാതികളെയും, സിറിയയിലുള്ളവരെ, ഇറാഖിലുള്ളവരെ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ലെബനോനിലുള്ളവരെ, ഈജിപ്തിലുള്ളവരെ. അന്ന് ആന്റിക്രിസ്റ്റിന്റെ കാലത്ത് മരിക്കപ്പെടാത്ത ജീവനോടിരിക്കുന്ന അവശേഷിക്കുന്ന എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. അതിനുശേഷം തിന്മ പ്രവർത്തിക്കുന്നവരെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. അതിന്റെ 43. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിലേക്ക് നീതിമാന്മാർക്ക് പ്രവേശനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന നീതിമാന്മാർ ആ ന്യായവിധിയെ അതിജീവിക്കുന്നവരുടെ കാര്യമാണ്. വിശ്വാസികൾക്ക് ഇനി ന്യായവിധി ഇല്ലല്ലോ.
വിശ്വാസികൾ ഇനി ഇടത്തും വലത്തുമായിട്ട് തിരിക്കേണ്ട കാര്യമില്ല. കാരണം അവരെടുക്കപ്പെട്ടു, അവർക്ക് പ്രതിഫലം കൊടുത്തു കഴിഞ്ഞു. ഇത് അതിനുശേഷം യുഗാന്ത്യത്തിൽ ജീവിച്ചിരിക്കുന്ന ജനതകളെ ഒരുമിച്ച് കൂട്ടുന്ന കാര്യമാണ്. ഇത് മറന്നുപോകരുത്. ആത്മാവിൽ ഇത് ഗ്രഹിച്ചുകൊള്ളുക. അങ്ങനെ വലതുവശത്തുള്ള നീതിമാന്മാർ അവർ പിതാവിന്റെ രാജ്യത്തെ അനുഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ രാജ്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന നന്മകളെ, പാപമില്ലാത്ത ജീവിതത്തെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, രോഗമില്ലാത്ത ജീവിതത്തെ, കഷ്ടതകളില്ലാത്ത ജീവിതത്തെ അവർക്കും അനുഭവിക്കുവാൻ ദൈവം ഒരു അവസരം കൊടുക്കുകയാണ്. കാരണം അവൻ ധർമ്മിഷ്ഠനായ ദൈവമാണ്, അവൻ നീതിമാനായ ദൈവമാണ്. അവരുടെ ജീവിതം വെച്ചാണ് അവൻ ന്യായം വിധിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ഈ കൊയ്ത്തുകാര് ആരാണ്? വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ആ കൊയ്ത്തിനെ നമുക്ക് കാണാൻ പറ്റും. യേശുക്രിസ്തു മഹോപദ്രവ കാലത്തിന്റെ എൻഡിൽ ഈ ഭൂമിയിൽ വന്ന ശേഷം ജനത്തെ ആന്റിക്രൈസ്റ്റിന് വിധിച്ച് ജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ നടക്കുന്ന ആ കൊയ്ത്തുകാരെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചനത്തിൽ കാണാം. വായിക്കാം. പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. അവന്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും, അവന്റെ ശിരസിൽ സ്വർണ്ണ കിരീടവും, കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്ന് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്ത് കൊയ്യുക. അരിവാൾ എടുത്ത് കൊയ്യുക. കൊയ്ത്തിന് കാലമായി. ഓ, കൊയ്ത്തിന്റെ സമയമായി, കാലമായി. ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതിന്റെ 17 മുതൽ സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. അപ്പൊ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയമുണ്ട്, അതിനെയാണ് ദേവാലയം. ദൈവം ഇരിക്കുന്നിടം ദേവാലയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഉള്ളിടം ദേവാലയം. വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ ദൈവം ഉള്ളത് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരായി മാറി? ദേവാലയം, ദൈവത്തിന്റെ ആലയമായി. അപ്പൊ സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. ബലിപീഠത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരം ഉണ്ടായിരുന്നു. അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതനായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക. നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക. മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ അങ്ങോട്ട് പറഞ്ഞേ. മത്തായി 24-ലേക്ക് നമുക്ക് തിരിച്ചു വരാം. മത്തായിയുടെ സുവിശേഷം 24:31. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. വലിയ കാഹളധ്വനിയോടുകൂടെ തന്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ് 4 ദിക്കുകളിൽ നിന്നും അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. അതിന് തൊട്ടു മുമ്പാണ് മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ 4 ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂട്ടുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുറമാനമായ ഭാഗങ്ങൾ നാം കേൾക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കായിരിക്കുന്നിടത്തു നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ, നന്ദി പറയാം. കേൾക്കപ്പെട്ട വചനത്തിന്റെ ജീവൻ നമ്മുടെ മേൽ വെളിപ്പെടട്ടെ, വചനത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഒഴുകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം
അധ്യായത്തിലുള്ള ന്യായവിധി ആർക്കുള്ള ന്യായവിധിയാണ്? ജാതികൾക്കുള്ള ന്യായവിധിയാണ്. ഹല്ലേലൂയ. മഹോപദ്രവ കാലത്തിന്റെ അവസാന സമയത്ത് എൻഡിൽ ഹല്ലേലൂയ ഇടത്തുവശത്തേക്കും വലത്തുവശത്തേക്കും ഉയർത്തിക്കൊണ്ട് രകസ്മാത് രണ്ട് വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവിടുത്തെ ആ ന്യായവിധി ഹല്ലേലൂയ 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 വലതുവശത്തുള്ളവർക്ക് പുത്തന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി, ഇടതുവശത്തുള്ളവർക്ക് നിത്യാഗ്നിയിലേക്ക് പോകുന്നതിനു വേണ്ടി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൂതന്മാർ കടന്നു വന്നവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അടുത്ത എപ്പിസോഡിൽ ഈ വചനഭാഗത്തിന്റെ അടുത്ത ഭാഗങ്ങളുണ്ടായിരിക്കും. സ്വർഗം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.